നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ഇത് തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാകുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ തരിശിട്ട പാടത്തെ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രസിദ്ധമായ കാട്ടകമ്പൽ പൂരത്തിന് കൊടിയിറങ്ങി. വ്യാഴാഴ്ച രാവിലെ കാളിദാരിക വാഗ്പോരിനും യുദ്ധത്തിനുമൊടുവിൽ ഓടിയൊളിച്ച ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെയാണ് ക്ഷേത്രോത്സവത്തിന് സമാപനമായത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനെത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. വികസന ഫണ്ട് എന്ന പേരിൽ 500 രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നതായി പരാതി ഉയർന്നത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകൾ പരാതിയുമായി രംഗത്ത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SMC PTA ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ഇത് തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. എല്ലാത്തിനും തയ്യാറായിരിക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് 2ാം ഘട്ടമുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന. ഇന്ത്യയുടെ പട്ടികയിലുള്ള 21 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ചത് 9 എണ്ണം മാത്രമാണ്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ്, ഹോംഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാകുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. NH അൻവർ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിലാണ് NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വിവര വിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കേരള വിഷന് പിന്നിൽ NH അൻവറിന്റെ ദീർഘവീക്ഷണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ടുവയ്ക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. NH അൻവറിന്റെ ദീർഘകാഴ്ച, അതിന്റെ ഫലമാണ് ഇന്ന് കേരള വിഷൻ ഇന്ന് വലിയ കുത്തകൾക്ക് അതോടൊപ്പം നിൽക്കാവുന്ന ഒരു രീതിയിൽ വളർന്ന ഒരു വലിയ സംരംഭമായി മാറുന്നത്. ദിസ് ഈസ് എ ഹ്യൂജ് അക്കോംപ്ലിഷ്മെൻറ്റ്. അത് സാധിച്ചെടുക്കുന്നതിന് ഇവർ സക്സസ്ഫുൾ ആയതിൽ എനിക്ക് ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, കെൽട്രോൺ മുൻ CGM KV അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സമഗ്ര സംഭാവന പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജു രാജ്, കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി AP, മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ്, മികച്ച അവതാരകയായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപ ഹരി, പ്രത്യേക പരാമർശത്തിന് അർഹനായ UCV ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ
COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ട്രഷറർ കെ. വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഗൗരിദാസൻ നായർ, VPS ലേക്ഷൂർ MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, COA ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ എന്നിവർ സംസാരിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദി പറഞ്ഞു. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരത്തിന് കൊടിയിറങ്ങി. വ്യാഴാഴ്ച രാവിലെ കാളി ദാരിക വാഗ്പോരിനും യുദ്ധത്തിനുമൊടുവിൽ ഓടിയൊളിച്ച ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെയാണ് ക്ഷേത്രോത്സവത്തിന് സമാപനമായത്. വ്യാഴാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിൽ കയറി മതിലകത്തേക്ക് പടനയിച്ച കാളിയെയും ദാരികരെയും പൂരത്തിനെത്തിയ ആനപ്പട അനുഗമിച്ചു. നടപ്പുര മേളത്തിന് ശേഷം കാളിയാണ് വാഗ്പോരിന് തുടക്കം കുറിച്ചത്. ദാരികപ്പട വാഗ്പോര് ഏറ്റുപിടിച്ചതോടെ കുപിതയായ കാളി തേര് പൊളിച്ച് യുദ്ധത്തിനൊരുങ്ങി. പേടിച്ചോടിയ ദാരികൻ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരുന്നു. കൊല്ലാനെത്തിയ കാളിയോട് കൊല്ലരുതേയെന്ന് ദാരികൻ കാലുപിടിച്ചെങ്കിലും പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങി. തിടമ്പേറ്റിയ കൊമ്പനെ കിരീടവും വാളും ഉഴിഞ്ഞതിനു ശേഷം കൊമ്പൻ കൊടിമരം തള്ളിയതോടെ പൂരത്തിന് സമാപനമായി. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ തരിശിട്ട പാടത്തെ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സംശയാസ്പദമായ രീതിയിൽ കുഴിയെടുത്ത് മൂടിയ നിലയിൽ കണ്ടത്. തുടർന്ന് വാർഡ് കൌൺസിലറെയും കുന്നംകുളം പോലീസിനെയും വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഒട്ടകത്തിന്റെ ജഡമാണ് കുഴിച്ചിട്ടുള്ളതെന്ന് തെളിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ടോറസ് ലോറിയും JCBയും ഒഴിഞ്ഞ പറമ്പിൽ കണ്ടിരുന്നതായി അയൽവാസിയായ ഗൃഹനാഥൻ പോലീസിനെ അറിയിച്ചു. JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് ടോറസ് ലോറിയിൽ നിന്നും ജഡം കുഴിയിലേക്ക് വലിച്ചിട്ടതെന്നും അയൽവാസി പറയുന്നു. സ്ഥലത്തെത്തിയ വാർഡ് കൌൺസിലർ ബീന രവി വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും സ്ഥലത്തെത്തി. അഴുകിയ നിലയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ ജഡം പുറത്തെടുക്കുന്നത് കൂടുതൽ ദുഷ്കരമാകുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. പകരം ദുർഗന്ധം പുറത്തുവരാത്ത വിധം കൂടുതൽ മണ്ണിട്ട് മൂടുന്നതായിരിക്കും ഉചിതമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. കേസെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ലെന്ന് പോലീസ് പറഞ്ഞു. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന ജഡം നീക്കം ചെയ്യണമെന്ന് അയൽവാസി ആവശ്യപ്പെട്ടു. ജഡം കുഴിച്ചിട്ടതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ദുരൂഹത നീക്കാനാവുകയുള്ളൂ. ചാവക്കാട് നഗരസഭ ഹോമിയോ ഡിസ്പെൻസറിയിൽ ഇനി ഡിജിറ്റൽ സേവനങ്ങൾ. ഡിസ്പെൻസറിയിലെ OP സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. സംസ്ഥാന ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഇനി രോഗികൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുക. രോഗികളുടെ രജിസ്ട്രേഷൻ, രോഗവിവരങ്ങൾ രേഖപ്പെടുത്തൽ, മരുന്നുകളുടെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വെബ്സൈറ്റ് വഴി എളുപ്പത്തിൽ ലഭ്യമാകും. ഈ ഡിജിറ്റൽ മാറ്റം ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും രോഗികൾക്ക് മികച്ച സേവനം നൽകാനും സഹായകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനെത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. വികസന ഫണ്ട് എന്ന പേരിൽ 500 രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഡ്മിഷൻ ഫീസ് ഇനത്തിൽ 50 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. 3000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും നിർധന കുടുംബാംഗങ്ങളുമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, KSU നേതാക്കളായ അക്ഷയ് വെള്ളറക്കാട്, ഷിയാസ് ചിറ്റണ്ട എന്നിവർ സ്കൂളിൽ നേരിട്ടെത്തി പ്രധാന അധ്യാപികയെ കണ്ട് പ്രതിഷേധമറിയിച്ചു. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഫീസ് വാങ്ങിയിട്ടുള്ളതെന്നും നിർബന്ധമായി ആരിൽ നിന്നും ഫീസ് ഈടാക്കുന്നില്ലെന്നും പരാതിയുള്ളവരുണ്ടെങ്കിൽ
ഫീസായി വാങ്ങിയ തുക തിരികെ നൽകാമെന്നും പ്രധാന അധ്യാപിക ഉറപ്പു നൽകിയതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അങ്ങനെ 1-2 രക്ഷിതാക്കള് ഇന്നലെ ഞങ്ങളതിനെ വിളിച്ച് സ്കൂളിൽ ഇങ്ങനെ നിർബന്ധിത പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് HM-ആയിട്ട് സംസാരിച്ചു. HM പറഞ്ഞു അത് ഒരിക്കലും നിർബന്ധ ഫണ്ടല്ല, ഞങ്ങളത് ചേർത്തുന്ന കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ അഡ്മിഷൻ എടുത്ത് പോയ ഒരു കുട്ടികളോടും ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് ഇത് നിർബന്ധിത ഫണ്ടല്ല, ഇത് അടക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. 550 രൂപയുടെ റെസീറ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. ആ സംവിധാനം നിർത്തലാക്കാൻ HM-മായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് തീരുമാനമായിട്ടുണ്ട്. ഒരു കാരണവശാലും താല്പര്യമില്ലാത്ത ഒരു രക്ഷിതാക്കളും 500 രൂപ വികസന ഫണ്ട് എന്നുള്ള പൈസ ഇവിടെ അടക്കേണ്ടതില്ല. ഇനി മുൻ ദിവസങ്ങളിൽ അടച്ചുപോയ രക്ഷിതാക്കൾക്ക് ആർക്കെങ്കിലും ആ ഫണ്ട് തിരികെ വേണമെങ്കിൽ അതും ഇവിടെ HM-മായി ബന്ധപ്പെട്ട ആ ഫണ്ട് തിരിച്ചു ലഭിക്കുന്നതാണ്. ഈ സ്കൂളിനെ മറയാക്കി നടത്തുന്ന ഈ കൊള്ള അത് PTA-യും മറ്റും ഇടപെട്ട് നിർത്തലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അഡ്മിഷൻ നടത്തുന്ന ക്ലാസ് മുറിക്ക് മുന്നിൽ വികസന ഫണ്ട് 500 രൂപ നിർബന്ധമില്ലെന്ന പോസ്റ്ററും സ്കൂളിൽ പതിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനായി വിദ്യാർത്ഥികളിൽ നിന്നും നിർബന്ധമായി ഫീസ് പിരിക്കുന്നുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SMC PTA ഭാരവാഹികൾ അറിയിച്ചു. സംഭാവനയായി തരാൻ താൽപര്യമുള്ള രക്ഷിതാക്കളിൽ നിന്ന് മാത്രമാണ് സ്കൂൾ വികസന ഫണ്ടിലേക്ക് തുക സ്വീകരിച്ചത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് എരുമപ്പെട്ടി. ദൈനംദിന പ്രവൃത്തികൾക്കായി തന്നെ വലിയ തുകയാണ് ചെലവ് വരുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന സംഭാവനകളിൽ നിന്നാണ് വിദ്യാലയത്തിലെ പല പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ചെലവഴിക്കുന്നത്. മുൻവർഷങ്ങളിലും സ്കൂൾ വികസന സമിതി സംഭാവനകൾ സ്വീകരിക്കാറുണ്ടെന്നും മറ്റ് സ്കൂളുകളിലും ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാറുണ്ടെന്നും ഇത് നിർബന്ധിത പിരിവല്ലെന്നും PTA ഭാരവാഹികളായ VS ശ്രീജൻ, റോബർട്ട് എടപ്പുള്ളി എന്നിവർ അറിയിച്ചു. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഫണ്ട് ഇവിടെ വാങ്ങണില്ല. ആകെ നമ്മൾ വാങ്ങുന്നത് സംഭാവന എന്ന രീതിയിൽ മാത്രമാണ് ഈ സ്കൂൾ പൈസ കൈപ്പറ്റുന്നുള്ളൂ. അതല്ലാതെ ഒരു പൈസ നമ്മൾ കൈപ്പറ്റുന്നില്ല. അത് ഈ ചെറിയ രീതിയിലുള്ള ആളുകളുണ്ട്, വലിയ രീതിയിലുള്ള ആളുകളും ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട്. ഈ സ്കൂളിൽ ഒരുപാട് ദൈനംദിനമായിട്ടുള്ള ചിലവുകൾ നടന്നുകൊണ്ടുള്ള സ്കൂളാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്കൂൾ കൂടിയാണ് ഈ സ്കൂൾ. അതിൽ എന്നും ഓരോരോ ചെറിയ ദൈനംദിന വിഷയങ്ങൾ നമുക്ക് എപ്പോഴും ചിലവുകൾ നമുക്ക് എപ്പോഴും വരുന്നതാണ്. അതിന് ഫണ്ട് കണ്ടെത്താൻ സർക്കാരിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ കഴിവുള്ള ആ കുട്ടികളുടെ പിതാക്കൾക്ക് ഈ സ്കൂളിന് എന്തെങ്കിലും സംഭാവനയായിട്ട് തരാൻ കഴിയുമെങ്കിൽ അവർക്ക് തരാം എന്ന് മാത്രമാണ് നമ്മൾ PTA ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഒരു നിർബന്ധ പിരിവില്ല. നമ്മളവിടെ കൃത്യമായിട്ട് ഈ 500 രൂപ ബോർഡ് വെച്ചിട്ടുണ്ട്, തരേണ്ട ആവശ്യമില്ല. ഉള്ളവർക്ക് തന്നാൽ മതി എന്നുള്ള ബോർഡ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളവർക്ക് ഈ സ്കൂളിനോടുള്ള സ്നേഹമുള്ള സ്കൂളിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് കഴിയാവുന്ന സംഭാവന എന്തുവേണമെങ്കിലും തരാം. അത്രമാത്രം. സേവനത്തിന്റെ 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആക്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആചരിച്ചു. പ്രസിഡന്റ് കാവിൽ നാരായണൻ പതാക ഉയർത്തി. സെക്രട്ടറി പത്മദാസ് പവിത്ര, ട്രഷറർ ഫരീദ് അലി, കൺവീനർ PL വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 17 ബ്രാഞ്ചുകൾ ആക്സിനുണ്ട്. 24 മണിക്കൂറും സൗജന്യ സേവനം ലഭ്യമാക്കുന്ന ആംബുലൻസുകളും നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തന കേന്ദ്രങ്ങളാണ് ആക്സ് ബ്രാഞ്ചുകൾ. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും ആയി 1.5 ലക്ഷത്തിൽ പരം രക്ഷാപ്രവർത്തനങ്ങളാണ് ആക്സ് നടത്തിയിട്ടുള്ളത്. വഴിയരികിൽ ഉപേക്ഷിച്ച വളർത്തുനായ്ക്ക് സംരക്ഷണമൊരുക്കി അധ്യാപകൻ. ത്വക്ക് സംബന്ധമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ഉടമ ഉപേക്ഷിച്ച നായയ്ക്കാണ് റിട്ടയർഡ് അധ്യാപകനായ AS രാജു ചികിത്സയും ഭക്ഷണവും നൽകി സംരക്ഷണം ഒരുക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പാണ് ഇടിയഞ്ചിറ കനാൽ ബണ്ട് റോഡിൽ സ്കിൻ ഡിസീസ് വന്ന് ഉപേക്ഷിക്കപ്പെട്ട ഡാഷ് ഇനത്തിൽപ്പെട്ട വളർത്തുനായയെ രാജു മാസ്റ്റർ കണ്ടെത്തിയത്. മൃഗസ്നേഹി കൂടിയായ മാഷ് നായയെ ചികിത്സിപ്പിക്കുന്നതിനായി മുൻകൈ എടുക്കുകയായിരുന്നു. ഏതോ വീട്ടിൽ നല്ല രീതിയിൽ വളർത്തി അവസാനം സ്കിൻ ഡിസീസ് വന്നപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് ആരോരും ഇല്ലാത്ത സ്ഥലത്ത് തള്ളിയ ഒരു ഡോഗാണത്. നല്ല ഒരു സ്നേഹമുള്ള ഒരു ഡോഗാണ്. വെങ്കിടങ്ങ് വെറ്റിനറി സർജനായ ഡോക്ടർ പ്രവിത നായയെ പരിശോധിക്കുകയും ചികിത്സ നിർദ്ദേശിക്കുകയുമായിരുന്നു. മാത്രമല്ല പ്രവിത മാഡം പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറച്ച് അതിൻ്റെ മേല് രോമം വരും, അങ്ങനെ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് വഴിയരികിൽ തന്നെ സംരക്ഷണമൊരുക്കി ആവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുകയും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നും ചികിത്സയും ലഭ്യമാക്കുകയുമായിരുന്നു.
ചികിത്സയെ തുടർന്ന് സ്കിൻ ഡിസീസ് കുറയുകയും ദേഹത്ത് രോമം കിളിർത്തു വരികയും ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അവൻ്റെ രോമമൊക്കെ വന്നു തുടങ്ങി. വളരെ സ്നേഹം. കാരണം എൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങുന്നിടത്തുനിന്ന് എണീറ്റ് ചാടി വരും. മഴയ്ക്കു മുമ്പ് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജു മാഷ്. ചികിത്സയെ തുടർന്നുള്ള സംരക്ഷണത്തിന് സുമനസ്സുകളുടെ കയ്യിലുള്ള ഒഴിഞ്ഞ കൂട് കിട്ടിയാൽ സഹായകമാകുമെന്നും ഓമനിച്ചു വളർത്തിയ ശേഷം രോഗം വരുമ്പോൾ ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന മൃഗങ്ങളെ ജനവാസമുള്ള മേഖലയിൽ ഉപേക്ഷിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉടമകൾ കാണിക്കണമെന്നും രാജു മാസ്റ്റർ പറഞ്ഞു. ഈ വഴിയിൽ തള്ളുന്നവരോടുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളിങ്ങനെ വളർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തുന്ന ഇത്തരം സ്നേഹമുള്ള ജീവികളെ പുറത്ത് ഉപേക്ഷിക്കരുത്. ഇപ്പം മഴയുടെ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കൂട് കിട്ടുകയാണെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ട് മഴ കൊള്ളാതെ പിന്നെ വളർത്തണം എന്നാണ് ആഗ്രഹം. നായയുടെ സംരക്ഷണത്തിൽ രാജു മാഷിനെ സഹായിക്കാൻ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഇടിയഞ്ചിറ സ്വദേശി ഷൺമുഖനും ഒപ്പമുണ്ട്. കിടക്കുന്ന ഈ സ്ഥലത്ത് അവൻ മൂത്രമൊഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഇവൻ്റെ ഈ കെട്ടിയിട്ടുള്ള ചരടും പിടിച്ച് ഇവിടെ ആ കനാലപരമ്പിലൂടെ നടന്നാൽ മാത്രം വേറെ സ്ഥലത്ത് പോയിട്ടാണ് അവൻ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അത്രയും വൃത്തിയും വെടുപ്പുമുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പരിശീലിച്ചിട്ടുള്ള ഒരു നായ്ക്കുട്ടിയാണ്. കുണ്ടഴിയൂർ GM UP സ്കൂളിൽ നിന്നും ഈ വർഷമാണ് രാജു മാസ്റ്റർ റിട്ടയർ ചെയ്തത്. കോട്ടപ്പടി വരദച്ചൻ ട്രസ്റ്റ് ആഭിമുഖ്യത്തിൽ നൽകിവരാറുള്ള ഗുരുവായൂർ, ചാവക്കാട്, കുന്നംകുളം നഗരസഭാ പ്രദേശങ്ങളിലുള്ള കർഷകർക്കായി വരദച്ചൻ കർഷകശ്രീ അവാർഡിനായി അപേക്ഷ ക്ഷണിക്കുന്നു. പ്രാദേശികമായി കൃഷിയിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തയ്യാറാക്കി നിങ്ങളുടെ പേര്, കൃഷിയിലെ പ്രാവീണ്യം, വിലാസം, ഫോൺ നമ്പർ എന്നിവ അടങ്ങിയ സ്വയം തയ്യാറാക്കിയ അപേക്ഷ കോട്ടപ്പടി വരദച്ചൻ ട്രസ്റ്റ്, സെന്റ് ലാസേഴ്സ് ചർച്ച്, കോട്ടപ്പടി 680505 എന്ന വിലാസത്തിൽ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 20 കൂടുതൽ വിവരങ്ങൾക്ക് 94 47 79 45 55 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടപ്പുറം പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏക ആരോഗ്യ കേന്ദ്രമായ കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഏക ആശ്രയമാണ് കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം. ദിനംപ്രതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന നിരവധി രോഗികൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥയാണ്. ആരോഗ്യപ്രശ്നവും ചൂടും കൂടിയാകുമ്പോൾ പ്രായമായവർ തലകറങ്ങി വീഴുന്നതും പതിവാണ്. ഒരു ഡോക്ടർ മാത്രമാണ് നിലവിൽ ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികൾ കാത്തുനിൽക്കണം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായിരുന്നു. സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രം തരം താഴ്ത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ ഡോക്ടർമാരെയും സ്റ്റാഫുകളെയും വെട്ടിക്കുറച്ചത്. കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി കൂടുതൽ സ്റ്റാഫുകളെയും ഡോക്ടർമാരെയും നിയമിക്കാൻ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറാകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി പറഞ്ഞു. BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. AEO നാക്കോല റോഡിൽ ശാസ്ത്രീയമായി കലുങ്ക് നിർമ്മിച്ച് റോഡ് പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. AEO സെന്ററിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് നാക്കോല സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പുന്നൂർക്കുളം വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് ദിലീപ് അരിയല്ലി അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ സ്വാഗതവും സുരേഷ് മാക്കോരം നന്ദിയും പറഞ്ഞു. മണ്ഡലം ഭാരവാഹികളായ ഷാജി തൃപ്പറ്റ്, KC രാജു, പഞ്ചായത്ത് ഭാരവാഹികൾ KD ബാബു, രാജൻ, പ്രശാന്ത്, സുരേന്ദ്രൻ, സുന്ദരൻ, വേണു, ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ഇരുചക്ര വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കുക. അപകടം പതിയിരിക്കുന്നു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിരത്തിയ മെറ്റലുകളാണ് ഇരുചക്ര വാഹനയാത്രികർക്ക് കടുത്ത ഭീഷണി സൃഷ്ടിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ കരാറുകാർ പാലിക്കാത്തതിനാൽ അപകടം പതിവാണ്. കുന്നംകുളത്തിനും പാറയമ്പാടത്തിനുമിടയ്ക്ക് റോഡിന് നടുവിൽ പല സ്ഥലങ്ങളിലും ചളിയും മണ്ണും മെറ്റലും കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ പൊടി പാറാതിരിക്കാൻ നനച്ചതാണ് യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായത്. ഇരുചക്രവാഹന യാത്രികരാണ് കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ ഇതുവഴി ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്.
ആവശ്യമായ മുന്നറിയിപ്പോ വാഹന നിയന്ത്രണത്തിന് ബദൽ സംവിധാനങ്ങളോ സ്വീകരിക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനും അപകട ഭീഷണിക്കും ഇടയാക്കുന്നത്. ബൈക്കുകളും സ്കൂട്ടറുകളും തെന്നി വീഴുന്നത് പതിവാണെന്ന് കച്ചവടക്കാരും നാട്ടുകാരും പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 2 സ്കൂട്ടർ യാത്രികർ തെന്നി വീണ് അപകടമുണ്ടായി. ഇവരെ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അധികൃതർ ഇടപെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തി യാത്രക്കാരുടെ ജീവന് സുരക്ഷ ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. പഴഞ്ഞി അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് ഗിൽഗാൽ സഭ ഒരുക്കുന്ന സദ്വാർത്താ മഹോത്സവം ആത്മീയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. സഭാ ഹാളിന് സമീപ ഗ്രൗണ്ടിൽ 3 ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ പാസ്റ്റേഴ്സ് ടോംസ് ദാനിയേൽ, MK ജോർജ്, എബി എബ്രഹാം എന്നിവർ സംസാരിക്കും. ദിവസവും വൈകിട്ട് 6-ന് ആരംഭിക്കുന്ന പൊതുയോഗങ്ങളിൽ ഗോസ്പൽ സിംഗേഴ്സ് ഗാന ശുശ്രൂഷ നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് സഭാ ഹാളിൽ നടക്കുന്ന സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ ബ്ലെസി ജിജു പ്രസംഗിക്കും. ഞായറാഴ്ച രാവിലെ 9-ന് സംയുക്ത സഭായോഗവും ഉച്ചയ്ക്ക് 2:30-ന് യുവജന വിദ്യാർത്ഥി സംഗമവും ഉണ്ടാകും. ഡോക്ടർ പൽപു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി 2ാം ഘട്ട കാലിത്തീറ്റ വിതരണവും ക്ഷീര കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പൂവത്തൂരിലെ PPR കോർട്ട് യാർഡിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപു അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എലവള്ളി സഹകരണ സംഘം പ്രസിഡന്റ് ജെറോം ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ വറീദ് ചിറ്റ്ലപ്പിള്ളി, INTUC മണ്ഡലം പ്രസിഡന്റ് CA പീറ്റർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പൽപു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മികച്ച ക്ഷീര കർഷകനുള്ള PR പൽപു സ്മാരക ധവള വിപ്ലവ പുരസ്കാരം 2026 മുതൽ വർഷം തോറും നൽകുമെന്ന് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപു പ്രഖ്യാപിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് തൃശൂരിൽ ജില്ലയിൽ നിന്നുള്ള മികച്ച ക്ഷീര കർഷകർക്കാണ് നൽകുക. ഭാരതത്തിലെ ക്ഷീര കർഷകരുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ മേഖലകളിലൊക്കെ ക്ഷീര കർഷകരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എളവള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ക്ഷീര കർഷകരുടെ എണ്ണം 35% ഈ സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക് പ്രകാരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് യഥാർത്ഥത്തിൽ ക്ഷീര കർഷകർക്ക് ക്ഷീര വ്യവസായത്തിൽ നിന്നും അവർ പിന്തിരിപ്പിക്കുന്നത്. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നവീകരിച്ച കിണർ കാടുകയറുന്നു. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. ആൽത്തറ പനന്തറ പൊതുമരാമത്ത് റോഡരികിൽ പുഴിക്കളയിലാണ് പൊതുകിണർ കാടുകയറി നശിക്കുന്നത്. രാജഭരണകാലത്ത് നിർമ്മിച്ച തണ്ണീർപന്തലിലെ കിണറാണ് പരിപാലിക്കാനാളില്ലാത്തതിനാൽ നാശത്തിന്റെ വക്കിലായത്. 5 വർഷം മുമ്പാണ് തണ്ണീർപന്തൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തത്. കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ തണ്ണീർപന്തൽ നേരത്തെ പഞ്ചായത്ത് പൊളിച്ചു നീക്കിയിരുന്നു. 2 വർഷം മുമ്പ് 7 ലക്ഷം രൂപ ചെലവിട്ട് ഗ്രാമപഞ്ചായത്ത് കിണർ നവീകരിച്ചു. പിന്നീട് പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കാതിരുന്നതോടെ കിണറിൽ പാഴ്ചെടികൾ വളർന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രധാന വാണിജ്യ കേന്ദ്രമായ പുഴിക്കളയിലേക്ക് തലച്ചുമടുമായി വരുന്നവർക്ക് ദാഹജലം നൽകുന്ന പ്രധാന സ്രോതസ്സായിരുന്നു ഈ കിണർ. ഇതിന് സമീപത്ത് തന്നെ ചുമടിറക്കി വയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി തണ്ണീർപന്തൽ ഉണ്ടായിരുന്നു. പുന്നീർകുളം ഉൾപ്പെടുന്ന വന്നേരി നാട്ടിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന പുഴിക്കള അങ്ങാടി രാപ്പകലില്ലാതെ ജനനിബിഡമായിരുന്നു. എന്നാൽ ആൽത്തറയിലേക്ക് വാണിജ്യ കേന്ദ്രം മാറിയതോടെ പുഴിക്കള തിരക്കൊഴിഞ്ഞു. ഇതോടെ കിണറിന്റെ ഉപയോഗം കുറഞ്ഞു. ലക്ഷങ്ങൾ ചെലവിട്ട് മനോഹരമാക്കിയ കിണർ പരിപാലിക്കുവാനുള്ള നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ട് തിരുശേഷിപ്പുകളിലൊന്നാക്കി ഇതിനെ മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. അപകടങ്ങളിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ജില്ലയിൽ രൂപം കൊണ്ട ആക്സ് സംഘടനയുടെ സ്ഥാപക ദിനം ആഘോഷിച്ചു. കേച്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ആക്സിന്റെ 25ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആഘോഷം സംഘടിപ്പിച്ചത്. മഴുവഞ്ചേരിയിലെ ആക്സ് സേവനാലയത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ പതാക ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി MM മൂസിൻ സ്ഥാപക ദിന സന്ദേശം നൽകി. ബ്രാഞ്ച് കൺവീനർ AJ ജോൺ, വൈസ് പ്രസിഡന്റുമാരായ CT ജെയിംസ്, VH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണം നടത്തി.
പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ദിവ്യബലിയും പ്രസുതന്തി വാഴ്ചയും ലതീഞ്ഞും നൊവേനയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് ശേഷം 6:30 ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ഷെൽബിൻ മാണിക്കത്താൻ നിർവഹിക്കും. രാത്രി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് സംയുക്ത ബാൻഡ് വാദ്യവും അരങ്ങേറും. തിരുനാൾ ദിനമായ മെയ് 9 രാവിലെ 10:30 ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോർജ് ചാത്തോളി, ഫാദർ വിജു കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരാകും. 5 ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് 7 മണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷനും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചവരുടെ ഓർമ്മയ്ക്കായുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ വി.ടി. ബാബു, ജിൻഡോ തരകൻ, തിരുനാൾ ജനറൽ കൺവീനർ ടി.ഡി. ഡെൽവിൻ, പബ്ലിസിറ്റി കൺവീനർ പി.വി. റാഫി എന്നിവർ നേതൃത്വം നൽകും. കച്ചവടത്തിന്റെ ബാലപാഠം പകർന്ന് നാൽവർ സംഘം അവധിക്കാലം ആഘോഷിച്ചു. അവധിക്കാലം ആഘോഷിച്ച് തീർക്കേണ്ട സമയം ഇവർ മറ്റൊരു തിരക്കിലാണ്. അറിവിന്റെ ലോകത്തിൽ നിന്നും കുറച്ചു സമയം കച്ചവടത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ മിടുക്കർ. ചാവക്കാട് MRRM സ്കൂളിലെ 8ഉം 9ഉം ക്ലാസുകളിലെ വിദ്യാർത്ഥികളായ അഭിനന്ദ്, ആര്യൻ, ഷബിൽ, സംഘത്തിലെ തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആയിഷ് എന്നിവരാണ് കച്ചവടക്കാർ. ചാവക്കാട് കോർട്ട് റോഡിന് സമീപത്തായി ഒരു മേശയും സംഘടിപ്പിച്ച് മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ് തുടങ്ങിയവ ഉപ്പിലിട്ടതിന് 1-ന് 5 രൂപ വീതം വിൽപ്പന നടത്തുകയാണ് സംഘം. ആദ്യ കച്ചവടത്തിൽ നിന്നു ലഭിച്ച ലാഭവിഹിതം കൊണ്ട് ജ്യൂസ് ഉൾപ്പെടെയുള്ള കൂടുതൽ സാധനങ്ങൾ രംഗത്തെത്തിച്ചു. തിരക്ക് കുറഞ്ഞ റോഡാണെങ്കിലും ഇതിലൂടെ പോകുന്ന യാത്രക്കാർ ഈ കൊച്ചു സംരംഭകരെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കാത്തോലിക്ക ദേവാലയത്തിലെ 143-ാം സംയുക്ത തിരുനാളാഘോഷം ഭക്തിനിർഭരമായി സമാപിച്ചു. ഈ മാസം 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടുകൂടി തിരുനാൾ ആഘോഷിച്ചത്. ഇതിന്റെ ഭാഗമായി ഇടവകയിലെ വിവിധ കപ്പേളകളിൽ കൊടിയേറ്റം നടത്തി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. കാരുണ്യദിനത്തിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ചാപ്പൽ ഫാദർ ജാക്സൺ ചാലയ്ക്കൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. വിവിധ അനാഥാലയങ്ങളിലേക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. തിരുനാൾ സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയും രാത്രി 7 മണിക്ക് W വിഷൻ അവതരിപ്പിച്ച മ്യൂസിക് സന്ധ്യയും ഉണ്ടായി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, കൈക്കാരന്മാരായ ഡേവിസ് അന്തിക്കാട്ട്, സണ്ണി പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ ജോസ് വടക്കൻ, ജോയിന്റ് കൺവീനർ കുര്യാക്കോസ് തലക്കോട്ടൂർ, ഫിനാൻസ് കൺവീനർ സണ്ണി വാഴപ്പള്ളി, പബ്ലിസിറ്റി കൺവീനർ ജെറിൻ ജോസഫ് തലക്കോട്ടൂർ തുടങ്ങിയവരും മറ്റ് ഭാരവാഹികളും തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ്, സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ MS സിതൻ, TK മനോജ് കുമാർ, സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PT ദേവസി, TK ശിവൻ, ജിജി ആൻഡോ, VK സഫിയ, KK ചന്ദ്രിക, TR ഉദയൻ, CS സുഭാഷ് എന്നിവർ സംസാരിച്ചു. പുന്നൂർക്കുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാർക്ക് കടിക്കാടിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം വടക്കേക്കാട് SHO K അനിൽകുമാർ നിർവഹിച്ചു. 1988 സൂര്യ ആർട്സ് റിക്രിയേഷൻ സെന്റർ സാർക്ക് കടിക്കാട് എന്ന പേരിൽ സാംസ്കാരിക സംഘടന കടിക്കാട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാർക്കിന്റെ പ്രവർത്തനം ഇടക്കാലത്ത് നിലച്ചിരുന്നു. വടക്കേക്കാട് SHO അനിൽകുമാർ തറക്കല്ലിടൽ കർമ്മം നടത്തി. സാർക്ക് പ്രസിഡന്റ് സതീഷ് ബിന്ദു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VC രാജഗോപാൽ, കബീർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, വാർഡ് മെമ്പർ അജിത ഭരതൻ, സാർക്ക് ട്രഷറർ ഖാദർ കുളിയാട്ട്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി, ജോയിന്റ് സെക്രട്ടറി വിനോദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡ് നിർമ്മാണത്തിനുള്ള മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി. SRS മെറ്റീരിയൽസിന് സമീപം കറുകപ്തൂർ സ്വദേശി രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പുറം പറമ്പിലാണ് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. സ്ഥലം ഉടമസ്ഥനോട് സമ്മതം ചോദിക്കാതെയാണ് വലിയ തോതിൽ മെറ്റൽ കൂട്ടിയിട്ടത് എന്ന് പറയുന്നു. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വലിയ വണ്ടിക്ക് അടിച്ചിട്ടുള്ള 3 യൂണിറ്റിൻ്റെ വണ്ടിക്ക് അടിച്ചിട്ടുള്ള മെറ്റലാണ് ഈ കിടക്കുന്നത്.
ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഇത് അധികൃതരെ മറ്റുള്ളവരോ ഇതിന് വേണ്ട വിധത്തിലുള്ള നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേലി കെട്ടി ഞങ്ങൾ സംരക്ഷിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ള മെറ്റൽ ഇനി പുറത്തേക്ക് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആരായിട്ടുള്ള ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ അതിന് വന്ന് ഇതിൻ്റെ സമാധാനം പറയേണ്ടി വരും. ഇതിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥൻ വയ്യാതെ കിടക്കുകയാണ്. എൻ്റെ ബന്ധുവാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം വയ്യാതെ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്നോട് നോക്കാൻ പറഞ്ഞത്. പലപ്പോഴായി ഇതിങ്ങനെ തുറന്നു പോകുന്നുണ്ട്. സ്ഥിരം ഓരോ കോൺട്രാക്ടർമാർ, പഞ്ചായത്തിന് അറിയില്ല, മറ്റേ ഇവർക്ക് PWDക്ക് അറിയില്ല, ആർക്കും അറിയില്ല. എന്നാൽ അതിൻ്റെ പങ്ക് പറ്റുന്നവരും ഇത് കരാർ കൊടുക്കുന്നവരൊക്കെ പഞ്ചായത്ത് മറ്റുള്ളവരാണ്. ഇതൊക്കെ അറിഞ്ഞില്ല. ചാവക്കാട് സ്വദേശി ബഹ്റിനിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഒരുമനയൂർ കമ്പനിപ്പടി നാരായണൻ മകൻ 27 വയസ്സുള്ള ഹരീഷാണ് മരിച്ചത്. മൃതദേഹം ബഹ്റിനിൽ കിങ് ഹമദ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2024-25 വർഷത്തെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ മദ്രസ പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ 600-ൽ 600 മാർക്ക് നേടി സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ എടക്കഴിയൂർ ഇവാനുൽ ഉലൂം മദ്രസയിലെ ഫാത്തിമ ഫൈഹയെ മദ്രസ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാന തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആയിഷ ഹിബ, റൂഷിദ ഷെറിൻ, മുഹമ്മദ് റസൽ തുടങ്ങിയവരെയും ഇവരെ പരീക്ഷ എഴുതാൻ പ്രാപ്തമാക്കിയ ഉസ്താദ് ഷയീദ് മൂയിനി തുടങ്ങിയവരെയും അനുമോദിച്ചു. മദ്രസ അങ്കണത്തിൽ നടത്തിയ അനുമോദന യോഗം മഹല്ല് പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ പ്രസിഡന്റ് മാമുട്ടി ഹാജി, സെക്രട്ടറി K ബഷീർ, സദർ ഉസ്താദ് നഹാസ് നിസാമി, എഡ്യൂക്കേഷൻ കമ്മിറ്റി കൺവീനർ നാസർ മാസ്റ്റർ, ചെയർമാൻ വീരാൻകുട്ടി, അൻസാറുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ സിന്ദൂരയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സെന്ററിൽ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി KR ബൈജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഗണേഷ് ശിവജി, വിനീത് മുത്തമ്മാവ്, സുനിൽ കാരയിൽ, സുവിൻ വേലായുധൻ, മനോജ് ആച്ചി, സുരേഷ് തിരുവത്ര, ഷനിൽ ഒറ്റത്തെങ്ങ്, സച്ചിൻ ശിവജി, അനി ചില്ലി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ ചിന്മയാനന്ദ സ്വാമിയുടെ 109ാമത് ജയന്തി ഗുരുവായൂർ വടക്കേനടയിൽ മഞ്ചിറ റോഡിലുള്ള താളം അപ്പാർട്ട്മെന്റിൽ ചിന്മയ മിഷൻ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുരേഷ് നായർ ഗുരുദേവ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ഗുരുപാദുക പൂജ, ഗീതാപാരായണം എന്നിവയ്ക്ക് M ഹേമ ടീച്ചർ, രാധാവി മേനോൻ, വിലാസിനിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9130 രൂപ, പവന് 73,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം കുന്നംകുളം ചിറളയം YMCA റോഡിൽ മേക്കാട്ടുകുളം ജോർജ് ബോസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. അകലാട് AM-UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക മേരിയാണ് ഭാര്യ. ഹിത ബോസ്, ഹിനോ ബോസ് എന്നിവർ മക്കളാണ്. സംസ്കാരം ആർത്താട് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് മാച്ചാമ്പുള്ളി പരേതനായ കുഞ്ഞു സാഹിബ് മകൻ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ചിറ്റണ്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ബിവാത്തു ഭാര്യയും ഷക്കീർ, ഷമീറ, സുമയ്യ എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി വടക്കൻ വറീദു മകൻ ജോസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസറസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലില്ലിയാണ് ഭാര്യ. ലിജി, അനു, പരേതനായ ലിജോ എന്നിവർ മക്കളാണ്. കടങ്ങോട് കിഴക്കുമുറി പൂങ്കാവനത്തിൽ വിനോദ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. മാലതി ഭാര്യയും, മനോജ്, മഞ്ജുഷ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിൽ അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ഇത് തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാകുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി.
കുന്നംകുളത്ത് ആളൊഴിഞ്ഞ തരിശിട്ട പാടത്തെ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരത്തിന് കൊടിയിറങ്ങി. വ്യാഴാഴ്ച രാവിലെ കാളി ദാരിക വാഗ്പോരിനും യുദ്ധത്തിനൊടുവിൽ ഓടിയൊളിച്ച ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെയാണ് ക്ഷേത്രോത്സവത്തിന് സമാപനമായത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. വികസന ഫണ്ട് എന്ന പേരിൽ 500 രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നതായി പരാതി ഉയർന്നത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകൾ പരാതിയുമായി രംഗത്ത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SMC PTA ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.